ഹാലലിയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുവാതിക്കലെത്തി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ഇതിനകം തന്നെ എടുത്തു കാണും. എങ്കിലും പ്രചരണത്തിൻ്റെ അവസാന ഘട്ടമാണ്. ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ വിവിധ മത സഭാ സമുദായങ്ങളൊക്കെ അവരവരുടെ നിലപാടുകൾ ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ കൂട്ടത്തിൽ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ ഒരു മുന്നണിക്ക് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള നിലയിൽ വ്യാപകമായൊരു പ്രചരണം നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുമായി കേരളത്തിലെ പെന്തക്കോസ്ത് ലീഡേഴ്സ് ഒരു കൂടിക്കാഴ്ച നടത്തി അങ്ങനെ ഒരു പിന്തുണ കൊടുത്തു എന്നുള്ള നിലയിലാണ് വ്യാപകമായ പ്രചരണം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രമുഖ പത്രങ്ങളിലെല്ലാം കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ലീഡേഴ്സ് കൗൺസിലുണ്ട്. ആ കൗൺസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു മുന്നണിക്കും പിന്തുണ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ളത് വ്യാജ പ്രചരണമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മോടുകൂടെ അതിഥികളായി പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് പാസ്റ്റർ ജെ ജോസഫും അതിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ജോജി ഐ മാത്യൂസുമുണ്ട്. ഇവരെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. PCI പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 25 വർഷത്തിലധികമായി കേരളത്തിൽ അതിശക്തമായ നിലയിൽ പെന്തക്കോസ്റ്റ് സഭകളുടെ ഐക്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് വിശ്വാസികൾക്ക് പാസ്റ്റേഴ്സിനൊക്കെ ഉണ്ടാകുന്ന എതിർപ്പുകൾ, അക്രമങ്ങൾ ഒക്കെ നേരിടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രവുമല്ല, ഇവിടുത്തെ എല്ലാ പെന്തക്കോസ്റ്റ് സഭകളെയും സംയുക്തമായി സംഘടിപ്പിച്ച വിവിധ സമ്മേളനങ്ങൾ ഈ കഴിഞ്ഞ 25 വർഷത്തിനകം അവർ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ പെന്തക്കോസ്റ്റ് സഭകളുടെ ലീഡേഴ്സിനെ ഒന്നിച്ച് ചേർത്ത് ഒരു ലീഡേഴ്സ് കൗൺസിലൊക്കെ രൂപീകരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന PCIയുടെ ലീഡേഴ്സിനെ സ്വാഗതം ചെയ്യാം. ജോജി, വെൽക്കം. ജെ ജോസഫ് പാസ്റ്റർ, ഇവർ നമ്മളോട് ഈ കാര്യങ്ങൾ എന്താണ് PCI ഈ കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാടെന്ന് വിശദീകരിക്കുവാൻ പോകുകയാണ്. കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം ഇങ്ങനെ ആർക്കെങ്കിലും പരിപൂർണ പിന്തുണ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ജെ ജോസഫ് പാസ്റ്റർ. ഇല്ല, അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുന്നതിന് തീരുമാനമോ ധാരണയോ ഉണ്ടായതായിട്ട് എനിക്കൊരു അറിവുമില്ല. എന്നാൽ അങ്ങനെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അതെ, അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, ശ്രദ്ധയപ്പെട്ടു. അതുകൊണ്ടായിരിക്കും നിങ്ങളൊരു പത്രപ്രസ്താവനയൊക്കെ ഇന്നലെ നിങ്ങളുടെ ഇതായിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. പ്രമുഖ പത്രങ്ങളിലെല്ലാം നിങ്ങളുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പം ഈ സത്യത്തിൽ ഈ കേരളത്തിലെ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം. ഒരു ഐക്യരൂപയോ ഒരു ഏകശിലാരൂപമോ ഒന്നും ഉള്ളതല്ല. ഒരു ലീഡറില്ല, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള കൂട്ടായ്മകൾ, അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ സാധ്യതകളൊന്നുമില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് പെന്തക്കോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസമായി പെന്തക്കോസ്റ്റ് ലീഡേഴ്സ്, മിക്കവാറും 25-ലധികം സഭകളുടെ വിവിധ ഡെനോമിനേഷനായി നിൽക്കുന്ന പെന്തക്കോസ്റ്റ് സഭകളുടെ ലീഡേഴ്സിനെ, ടോപ്പ് ലീഡേഴ്സിനെ പലപ്പോഴായി മുളക്കരയിലും നെടുമ്പുറത്ത് പാസ്റ്റർ KC ജോണിന്റെ വീട്ടിലുമായി വിളിച്ചുകൂട്ടി ഒന്നിച്ചു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 26 സഭകൾ ഈ കൂട്ടായ്മയിൽ. 26 സഭകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സഭകളെല്ലാം അതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. IPC ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഉണ്ട്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ ഉണ്ട്, പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് ഉണ്ട്, തുടങ്ങി WME വേൾഡ് മിഷണറി ഇവാഞ്ചലിസം പാസ്റ്റർ OM രാജുക്കുട്ടി. ഓൾമോസ്റ്റ് എല്ലാ പെന്തക്കോസ്റ്റ് സഭകളും അതിനകത്തുണ്ട്. TPM ഒഴിച്ച് എല്ലാ സഭകളും അതിനകത്ത് വന്നിട്ടുണ്ട്. സ്വതന്ത്ര സഭകളും കൂടെ അതിന്റെ ഭാഗമാണോ? ഇപ്പോൾ തൽക്കാലം ആയിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ഒടുവിൽ കൂടിയ മീറ്റിംഗ് അനുസരിച്ച് പെന്തക്കോസ്റ്റ് ഈ ഐക്യ സമിതി വെക്കുന്ന ഒരു ബൈലോ ഒക്കെ ഉണ്ട്, ഒരു രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ, അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർപെട്ട സഭകൾ അനുവർത്തിച്ചു വരുന്ന ഉപദേശങ്ങളെ ഊന്നിക്കൊണ്ടുള്ളതാണ്. ആ ഉപദേശങ്ങൾ അനുസരിച്ച് ഇപ്പോഴത്തെ പ്രധാന പെന്തക്കോസ്റ്റ് സഭകൾ അനുവർത്തിക്കുന്ന അനുഷ്ഠാനങ്ങൾ, ഉപദേശങ്ങൾ, ഇവയെ അംഗീകരിക്കുന്ന അതിനകത്ത് നിൽക്കാൻ മനസ്സുള്ള
നോൺ ഡിനോമിനേഷണൽ സഭകളെ, സ്വതന്ത്ര സഭകളെ ഇതിലോട് ചേർത്ത് കൊണ്ടുപോകണം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതിന്റെ സ്റ്റെപ്പ് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഈ പിന്നെ ജോജി, പിന്നെ ഈ ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ രണ്ടുപേരും മുഖ്യമന്ത്രിയെ കാണാൻ പോയ നിവേദനം കൊടുത്ത കൂട്ടത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ ഒരു പിന്തുണ ആ നിലയിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണോ അതിന്റെ? അല്ല, അങ്ങനല്ല. നമ്മൾ മുഖ്യമന്ത്രിയെ കാണാൻ വെച്ചാൽ അന്ന് നിലവിലുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു എല്ലാവരും ഒരുമിച്ച് ലീഡേഴ്സിനെ കാണണം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ നമ്മൾ അദ്ദേഹം പ്രകടിപ്പിച്ച താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ പോയത്, അല്ലാതെ നിങ്ങളുടെ താല്പര്യത്തിലല്ല. അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളി അമേരിക്കയിലാണ്, അമേരിക്കൻ മലയാളിയാണ്. അദ്ദേഹമാണ് ഇതിനടുത്തൊരു കോർഡിനേഷൻ ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കാണാൻ. അങ്ങനെയാണ് നമ്മളൊരു മുഖ്യമന്ത്രി, നിലവിൽ നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാണുവാനായിട്ട് പോയി. ആ രീതിയിലാണ് അന്ന് തന്നെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണുവാനായിട്ട് അന്ന് തന്നെ പോയി. അന്നേരം നമ്മൾ പെന്തക്കോസ്തുകാരുടെ ഒരു ആവശ്യങ്ങളും അവരാധികളും ഒക്കെ പറയുകയും കൂടെ ആയിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. നമുക്ക് അങ്ങനെ അവസരം കിട്ടിയപ്പോൾ നമ്മൾ പോയി. ഓക്കെ. അപ്പം അത് പക്ഷേ ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്ക് വേണ്ടി പോയതല്ല, രാഷ്ട്രീയ പിന്തുണ കൊടുക്കാനായിട്ട് പോയതല്ല. പക്ഷെ വ്യാപകമായ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഈ ലീഫ്ലെറ്റുകൾ അടിച്ച്, പത്രം പോലെയൊക്കെ അടിച്ച് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പോയ പ്രമുഖരായ ലീഡേഴ്സിന്റെ എല്ലാം ഫോട്ടോ വെച്ച്. ഒരിക്കലും അവരോട് ആലോചിച്ച് അല്ല, അവരുടെ താല്പര്യപ്രകാരം അല്ല ആ ഫോട്ടോകൾ വെച്ചിരിക്കുന്നത്. അവരെല്ലാം നിഷേധിച്ചിരിക്കും. ഇന്ന് ആ പത്രക്കുറിപ്പ് തന്നെ, ഇന്നലെ ഇറങ്ങിയ പത്രക്കുറിപ്പ് തന്നെ ആ ലീഡേഴ്സ് മുഴുവൻ പേരും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു പിന്തുണ കൊടുക്കാൻ വേണ്ടിയല്ല പോയത്? അങ്ങനെ കൊടുത്തിട്ടില്ല. LDF നമ്മൾ കൊടുത്തിട്ടില്ല, UDF കൊടുത്തിട്ടില്ല, പരസ്യമായ ഒരു പിന്തുണയില്ല. ആർക്കും കൊടുത്തിട്ടില്ല. നമ്മളുടെ രാഷ്ട്രീയ തീരുമാനം എന്താ വെച്ചാൽ അവരവർ വ്യക്തിപരമാണ്. അതവർക്ക് വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ എവിടെയാണെങ്കിലും ഉണ്ട്. അതിന് നമ്മൾ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാതെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ല, ഒരു മുന്നണിക്ക് വേണ്ടിയുള്ള പിന്തുണ നമ്മൾ അറിയിച്ചിട്ടുമില്ല. ഇല്ല, അടിച്ചേൽപ്പിക്കാനായിട്ട് ഇതാണ് PCIയുടെ നിലപാട്. ഈ പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 നൂറ്റാണ്ടിലധികമായി വളരെ വിപുലമായ സമ്മേളനങ്ങളൊക്കെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രവർത്തന പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ്. ഈ പെന്തക്കോസ്തിൻ്റെതാണെന്നും പറഞ്ഞിട്ട് പല സംഘടനകളുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തോ? അത് ആർക്കും പ്രവർത്തിക്കാമല്ലോ ഈ മേഖലയിൽ. അവരുടെ പങ്കാളിത്തം എത്രത്തോളം, ഈ സഭകളുടെ പങ്കാളിത്തം അതിനകത്ത് ഇപ്പൊ മുമ്പേ നേരത്തെ പേര് പറഞ്ഞ പെന്തക്കോസ് സഭകൾ ആരും ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ അംഗീകരിച്ചിട്ടില്ല. അവരെല്ലാം അതിനെ ഇന്നലെ ഇറങ്ങിയ പ്രസ്താവനയിൽ അവരെല്ലാം അതിനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ യാതൊരു അനുവാദമോ ഞങ്ങളുടെ അംഗീകാരമോ ഇങ്ങനെയുള്ള സംഘടനകൾക്കില്ല എന്ന് അവരറിയിച്ചിട്ടുണ്ട്. അപ്പം പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഐക്യ കൂട്ടായ്മ എന്നുള്ള നിലയിൽ പെന്തക്കോസ്റ്റ് സഭകളുടെ പൊതുവായ അംഗീകാരമുള്ളൂ. അല്ല, അത് സഭാ നേതൃത്വങ്ങളുടെ അംഗീകാരം എന്ന് അതിനെ പറയാൻ പറ്റില്ല. അവരുടെ പിന്തുണയുണ്ട്, എല്ലാ സഭകളുടെയും പിന്തുണയുണ്ട്. കാരണം ഞങ്ങൾ ഇതിനോടകം പല പ്രാവശ്യമായിട്ട് ലീഡേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, കോട്ടയത്തുമായി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവല്ലയിൽ വിശാലമായ മുഴുവൻ ഈ മുമ്പേ പേര് പറഞ്ഞ 26ഓളം പെന്തക്കോസ്റ്റ് സഭകളുടെ നേതൃത്വങ്ങളെ വിളിച്ചുകൂട്ടി. ആ മീറ്റിംഗിൽ ഉണ്ടായ ധാരണയാണ് ഇപ്പോഴത്തെ പെന്തക്കോസ്റ്റ് ലീഡേഴ്സ് കൗൺസിൽ അന്നെടുത്ത ധാരണ. അപ്പൊ ഈ PCI അല്ലാതെ പെന്തക്കോസ്റ്റ് ലീഡേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വരികയാണ്. PCI അല്ലാതെ സഭാ നേതാക്കന്മാർ മാത്രം, എല്ലാ പെന്തക്കോസ്റ്റ് സഭാ നേതാക്കന്മാർ മാത്രം ചേർന്നുള്ള ഒരു ഐക്യസമിതി, അവരുടെ ഐക്യസമിതി. ഈ PCI പോലെയുള്ള പ്രവർത്തനങ്ങളല്ല, സഭകൾ തമ്മിലുള്ള സഭാ ലീഡേഴ്സിന്റെ ഒരു കൗൺസിൽ, ഇപ്പൊ ചർച്ച് കൗൺസിൽ എന്നൊക്കെ പറയുന്ന പോലെ പെന്തക്കോസ്റ്റിന്റെ ഒരു സംവിധാനം ഉണ്ടാവുക. അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. അതാദ്യമായിട്ട് വരുന്ന ഒരു നീക്കം. അതിനൊരു വഴി ഒരുക്കിയത് PCI ആണ്. അപ്പം അത് പക്ഷേ സത്യത്തിൽ അതൊരു നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ എല്ലാ പെന്തക്കോസ്റ്റ് സഭകളും കൂടെ ചേർന്നുള്ള ഒരു കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന്റെ ലീഡേഴ്സ് എല്ലാം കൂടെ ചേർന്ന്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രസ്ഥാനത്തിന് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ നിലപാട് പറയുവാനും ഒരു ഈ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളാനും സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. ഇനി നിലപാടാണ് അവർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ. പത്രക്കുറിപ്പിലൂടെ. അപ്പൊ ആ പത്രക്കുറിപ്പ് നിങ്ങളല്ല ഇറക്കിയേക്കുന്നത്, ജോസഫ് പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ലീഡേഴ്സിന്റെ കൗൺസിലും കൂടെ ഉള്ള ആളാണ്. അപ്പൊ ആ നിലയിലാണ് അത് വന്നേക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം ഇപ്പൊ ഞാൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പം ഇനി PCIയെ കുറിച്ച് പറഞ്ഞാൽ PCI ഇങ്ങനെ ഒരു വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പം സത്യത്തിൽ ഈ പെന്തക്കോസ്ത് സഭകൾ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ബാർഗൈനിങ് ഫോഴ്സായിട്ട് നിൽക്കുന്നുമില്ല. ഓക്കെ, അതാണ് യാഥാർത്ഥ്യം. പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയട്ടെ, പെന്തക്കോസ്ത് സഭകളുടെ മൊത്തമായ ഒരു പിന്തുണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പ്രചരണങ്ങൾ വ്യാജമാണ് എന്നാണ് PCI അവരുടെ ലീഡേഴ്സ്, അവരുടെ ജനറൽ സെക്രട്ടറിയും ജനറൽ പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. അത് PCIയുടെ ജനറൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ ലീഡേഴ്സ് കൗൺസിലിൻ്റെ ആൾ കൂടി ആയതുകൊണ്ട് അത് വ്യക്തമായിട്ടൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവസാന നിമിഷമാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പത്രപരസ്യങ്ങൾ, അതുപോലെ പ്രചരണങ്ങൾ ഒക്കെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, ഇനി PCIയെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ചരിത്രം എന്താണ് നിങ്ങളുടെ പ്രവർത്തനം? കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിലും ദൈവദാസന്മാർക്കെതിരെ, ക്രിസ്തീയ പ്രവർത്തകർക്കെതിരെ, സഭകൾക്കെതിരെ വ്യാപകമായ പീഡനങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. 90കളുടെ ഒടുവിൽ 2000ന്റെ ആരംഭ സമയങ്ങളിൽ. അങ്ങനെ പീഡനമേൽക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവരെ ചേർത്ത് നിർത്താനോ പലപ്പോഴും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ വന്നു. ചർച്ച് ബോർഡിന്റെ അസിസ്റ്റന്റ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന പാസ്റ്റർ PG മാത്യൂസ് കരുനാഗപ്പള്ളിക്കടുത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു മർദ്ദനമേറ്റു. ആ സമയത്തും അദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അപ്പം ഒരു കൂട്ടം സഹോദരന്മാർ, പ്രായമുള്ള കുറേ സഹോദരന്മാര് ആ സമയത്ത് അതിനു മുമ്പേ അവരുടെ മനസ്സിൽ ചിന്തകളുണ്ട്. എന്നാൽ PG മാസ്റ്ററിന് പീഡനമേറ്റപ്പോൾ പോയി അന്വേഷിക്കുകയും അദ്ദേഹത്തെ പുഷ്പഗിരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന് വേണ്ട പിന്തുണകൾ നൽകുകയും സഭകളോട് അദ്ദേഹത്തിന് വേണ്ടി ഈ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തു. ആ മൂവ്മെന്റിൽ നിന്നാണ് PCI എന്ന പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ ഇടയായത്. PCIയുടെ പ്രധാന പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് പീഡനങ്ങൾ ഏൽക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ അന്വേഷിക്കുക, അവരുടെ അടുക്കൽ ചെന്ന് കഴിയുമെങ്കിൽ നേരിട്ട് അവരുടെ അടുക്കൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ട വൈദ്യസഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക, തുടർന്നുള്ള നിയമസഹായങ്ങൾ അവർക്ക് ആവശ്യമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുകയും PCI തന്നെ അങ്ങനെയുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങൾ കേരളത്തിലുടനീളം വിവിധ ഇടങ്ങളിൽ നടത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. രണ്ടാമത്, നമ്മുടെ ഇടയിൽ പെന്തക്കോസ്ത് സമൂഹങ്ങളുടെ ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വിവിധ നിലകൾ ഭാരപ്പെടുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാകുക എന്നുള്ളത് PCIയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ആ നിലയിൽ ഇതിനോടകം പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ PCIയെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. 10ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം പടിഞ്ഞാറക്കര ഓഡിറ്റോറിയത്തിൽ നടന്ന വിപുലമായ വാർഷിക സമ്മേളനത്തിൽ ഏകദേശം 15 ലക്ഷത്തിലധികം രൂപയുടെ സഹായ വിതരണങ്ങൾ ഞങ്ങൾ അവിടെ പൊതുവായി ചെയ്തു. കൂടാതെ ജില്ലാ കമ്മിറ്റികൾ, പ്രാദേശിക കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സഹായങ്ങളും അശ്രമരായ ആളുകൾക്ക് ഒരു പിന്തുണയുമായി നിൽക്കാറുണ്ട്. പിന്നെ ഇത് ഈ ആത്മീയ സമ്മേളനങ്ങൾ പ്രാദേശിക തലങ്ങളിൽ സഭകളെ കൂട്ടി നിർത്തിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനകൾ, പരസ്യയോഗങ്ങൾ, കൺവെൻഷനുകൾ, യൂത്ത് മീറ്റിങ്ങുകൾ, ലേഡീസ് മീറ്റിങ്ങുകളൊക്കെ PCI ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ ചില പ്രാദേശിക സ്ഥലങ്ങളിൽ ഒരു സഭ മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനോ വിപുലമായി നിൽക്കാനോ കഴിയാതെ വരുമ്പോൾ PCI യൂണിറ്റ് അവിടെ ചെന്ന് അവരെ സഹായിക്കുന്നു. അങ്ങനെ മേഖലാ കൺവെൻഷനുകൾ ബത്തേരിയിലും അടിമാലിയിലും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ സ്റ്റേറ്റുകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഹാരാഷ്ട്ര സ്റ്റേറ്റിന്റെ ഒക്കെ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പെന്തക്കോസ്തിന്റെ ശതാബ്ദി സമ്മേളനം തിരുവല്ലയിൽ വെച്ച് നടന്നത്. 100 വർഷം പെന്തക്കോസ്തിന്റെ 100 വർഷം പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷന്റെ അതാണ് തുടക്കം നമ്മൾ പറയുന്നത്. അതിന്റെ 100ാം വാർഷികം നമ്മൾ ഇവിടെ തിരുവല്ലയിൽ ആഘോഷിച്ചു. അതായത് ഭാരതത്തിൽ പെന്തക്കോസ്ത് ഉടലെടുത്തതിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്നതിന്റെ 100ാം വാർഷികം തിരുവല്ലയിൽ വെച്ചാണ് ആഘോഷിച്ചത്. 2006. അതിലൊരു
2005 2005 റോജർ ഹോസ്മ എന്ന് പറയുന്ന പ്രഭാഷകൻ വന്ന് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. പിന്നെ അതുതന്നെ ഈ ജയസു പാസ്റ്റർ പറഞ്ഞതിനകത്ത് ഈ 90കളുടെ അവസാനം 2000-ന്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടുത്തെ BJP സർക്കാർ ആദ്യമായിട്ട് വരുന്ന ആ കാലഘട്ടമാണ്. അന്നാണ് നമ്മുടെ ഒരു പീഡനത്തിൻ്റെ കൂടുതൽ തുടക്കം. ശേഷമാണ് ഭാരതത്തിൽ ഇത്രത്തോളം പീഡനങ്ങൾ പരസ്യമായിട്ട് വരുന്നത്. രഹസ്യമായിട്ടൊക്കെ അവിടെ ഇടങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരസ്യമായിട്ട് പീഡനങ്ങൾ തുടങ്ങുന്നത് ഈ 90കളുടെ അവസാനമാണ് കൂടുതലായിട്ടും. അത് BJP ഭരണത്തിൽ കേന്ദ്രത്തിൽ വരുന്ന സമയങ്ങൾ തൊട്ടാണ് ഇവിടെ ഒരു പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടം. അതെ. പിന്നീട് ഇപ്പോഴും ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ പീഡനങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു. ഈ 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസ്സായി. പക്ഷെ അവിടെയൊന്നും PCIക്ക് ശക്തമായിട്ടൊന്നും ഇടപെടാനായിട്ട് എന്ത് ചെയ്ത് സാധിച്ചിട്ടില്ല. ആ നിലയിൽ നമുക്ക് ഇന്ത്യ മൊത്തത്തിൽ നമുക്ക് അതിൻ്റെ ഇടപെടലുണ്ടാകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും ഈ പെർസിക്യൂഷനൊക്കെ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ അതിനകത്ത് ഇടപെടുന്നുണ്ട്. നമ്മൾ PCI അതിനകത്ത് കാര്യമായിട്ട് ഇടപെടാനായിട്ട് ഞങ്ങൾ അവിടെയൊക്കെയുള്ള ദൈവദാസന്മാരെ സഹോദരന്മാരെ ഈ കാര്യങ്ങൾ വാർത്തകൾ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ഇന്നടത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അന്വേഷിക്കണം, നിജസ്ഥിതി അറിയണം, വേണ്ട പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. മനസ്സിലായി. പിന്നെ മുമ്പേ പറഞ്ഞതിനോടൊരു ആഡൂടെ 2005 നടന്ന പെന്തക്കോസ് ശതാബ്ദി സമ്മേളനം മുഴുവൻ പെന്തക്കോസ് സഭകളെയും ഏകോപിച്ചുകൊണ്ടായിരുന്നു. മുഴുവൻ ലീഡേഴ്സും ആ സമ്മേളനത്തിന്റെ പുറകിൽ ഒരാഴ്ച നീണ്ടു നിന്ന സമ്മേളനത്തിന് പുറകിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു, തിരുവല്ല സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നല്ലോ. അപ്പോൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ PCIക്ക് സാധിക്കട്ടെ. പ്രത്യേകം ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നമ്മളായിട്ട് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അങ്ങനെ ആർക്കും ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ യുക്തിക്കും കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും അല്ലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണം. എല്ലാവരും പങ്കാളികളാകണം. ഇതാണ് PCIയുടെ നിലപാട്. PCIയുടെ നിലപാട് പാസ്റ്റർ ജെ ജോസഫ് അതിൻ്റെ ദേശീയ ജനറൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ജോർജി ഐ മാത്യൂസും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പെന്തക്കോസ് സഭകൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള പ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങളാണ്. അത് തിരിച്ചറിയുക. മനസാക്ഷിയുടെ വോട്ട് നിങ്ങൾക്ക് ബോധ്യമുള്ള നിലയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനും വോട്ട് ചെയ്യുവാനും അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ കൃത്യമായി നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും നല്ല ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.